ഞങ്ങളൊന്ന് കുന്നംകുളത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. തമ്പുരുമോൾക്ക് വളയൊക്കെ ഒന്ന് മേടിക്കാൻ വിചാരിച്ചു. കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിലെന്ന് പറഞ്ഞ പോലെ തമ്പുരുവിൻ്റെ കണ്ണ് കളിസാധനങ്ങളുടെ മേലേക്കാണ് കേട്ടോ. ലാസ്റ്റ് ഒരു സെലക്ഷൻ എന്ന് പറഞ്ഞ കടയിലേക്ക് എത്തിപ്പെട്ടു. ഇവിടെ ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കയറി പോണത്. തമ്പുരുമോളുടെ കയ്യിൻ്റെ പാകത്തിനുള്ള വള കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒരുപാട് കടയിലൊക്കെ കയറി നിരങ്ങിയിട്ട് കിട്ടിയില്ല. അവസാനം ഹോൾസെയിൽ പോലത്തെ കടയാണിത്. കംപ്ലീറ്റ് സാധനങ്ങൾ ബോക്സ് ഉടക്കനൊക്കെ എടുക്കേണ്ടി വരും. അങ്ങനെ വള തപ്പാനായിട്ട് ഇത് വളയുടെ സെക്ഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ ആ ചേട്ടന് ഞാൻ പറയുമ്പോഴൊന്നും മനസ്സിലാവണില്ല, ആ സൈസ് കിട്ടുമോയെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ തമ്പുരുമോളുടെ കൈ കാണിച്ചു കൊടുത്തിട്ട് ചേട്ടൻ ഇതുപോലത്തെ വളയാണ്, ഈ സൈസാണ് വേണ്ടതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ കുറേ തപ്പി നോക്കിയപ്പോൾ ഒരു ബോക്സിൽ 12 ജോഡിയുണ്ട്, പക്ഷെ അത് സെയിം കളറായിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല, ഒരേ കളർ ഒരുപാട് വള കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ആ ചേട്ടനോട് ഒന്ന് നോക്ക് ചേട്ടാ, ഉണ്ടാവും എന്ന് പറയായിരുന്നു കേട്ടോ. അപ്പോൾ തമ്പുരുമോൾക്ക് അവിടുത്തെ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ എല്ലാം വലിച്ചെടുക്കാനായിട്ടാണ് തോന്നിയത്. പിന്നെ കൃഷ്ണൻ്റെ വിലയൊക്കെ ചോദിച്ച് നോക്കിയിട്ടാണ് ഞങ്ങൾ. പിന്നെ ഹോൾസെയിൽ കടയെ കാരണം ബൾക്കായിട്ട് എടുക്കണം. അപ്പോൾ എൻ്റെ വിഷമം കണ്ടപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, മോളിൽ നിന്ന് നോക്കിയെടുത്തോ, കുഴപ്പമില്ല, ആ ചേട്ടൻ ഒരു ബോക്സിൽ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 3 കളർ നോക്കി എടുക്കുകയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായ വള. അപ്പോൾ അത് അപ്പുറത്ത് റീനാൻ്റെയും തമ്പുരുമോളും അവൾക്കുള്ള പ്ലാസ്റ്റിക് വള തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. പക്ഷെ ആ സൈസ് കിട്ടാനൊരു വഴിയുമില്ല. ഇത് അവസാനം ആ ചേട്ടനോട് ഞാൻ പറഞ്ഞു, അത് എടുത്തോ ചേട്ടാ. പിന്നീട് ഞങ്ങൾക്ക് അതേ മെഡിക്കൽ ഷോപ്പിലേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ വീക്കെയറിൽ തന്നെയാണ് കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് കുന്നംകുളം പോയാൽ പോവുക. അവിടെ സ്നഗ്ഗിക്കൊക്കെ നല്ല ഓഫറുണ്ട്, 50% ഓഫറാണ് കേട്ടോ. എല്ലാ ഡയപ്പേഴ്സിനും ഇട്ടിട്ടുള്ളത് അവർ. പാമ്പേഴ്സ്, സ്നഗ്ഗി, ഹഗ്ഗീസ്, പോപ്പീസ് അങ്ങനെ എല്ലാം ഉണ്ട്. ടെഡി പ്രത്യേകം ഓഫറുണ്ട് കേട്ടോ. അപ്പോൾ അവനിതാ കണ്ണാടിനെ വെറുതെ വിടാണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാനത് കണ്ടില്ല കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് ഏത് ഡയപ്പർ എടുക്കും, ഏതാണ് ഇനി ട്രൈ ചെയ്യാമെന്നൊക്കെ നോക്കിയെടുക്കുമായിരുന്നു. തമ്പുരുമോളിൽ ഐസിൻ്റെ മുകളിലേക്കൊക്കെയാണ് നോക്കണത് കേട്ടോ. അതൊക്കെ കണ്ട് ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഞങ്ങൾ 500 റോട്ടിൽ എംപയറിലോട്ട് പോയിട്ടോ. നല്ല അടിപൊളി ഫുഡാണ് അവിടുത്തെ. നല്ല തിരക്കായിരുന്നു. അവസാനം ഞങ്ങൾ ഞൊഴഞ്ഞ് കയറി ഉള്ളിലോട്ട് പോയിരുന്നു കേട്ടോ. തമ്പുരുമോൾക്കാണെങ്കിലോ നല്ല സന്തോഷം, നല്ല ഉഷാറായിരുന്നു അവൾ ഇതേ അവിടുത്തെ ടിഷ്യൂ ഒക്കെ വലിച്ച് കീറി അവിടെ അടിച്ചൊരു വൃത്തിയാക്കിയിട്ട് വരണ്ടായിരുന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു അവൾ എന്തൊരു സന്തോഷമാണെന്ന് നോക്കി. ഭയങ്കര കളിയാണ് കേട്ടോ. അപ്പോൾ നാളെ ജഗു പോവുകയാണ് ഹോസ്റ്റലിലേക്ക്. അപ്പോൾ അവൻ്റെ വക തന്നെ ഒരു ട്രീറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചു. ഫുഡ് വന്നപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോയിട്ട് അത്രയും വിശപ്പായിരുന്നു. പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ വേഗം കഴിക്കാനായിട്ട് തോന്നി. അപ്പോൾ ഞാനും ജഗു അൽഫാമാണ് പറഞ്ഞത്. റീനാൻ്റിക്ക് ആപ്പിളിൻ്റെ ഷേക്കും അതുപോലെ ഒരു ഷവർമ റോളും മതി എന്ന് പറഞ്ഞു കേട്ടോ. ജിതിയേട്ടന് പിന്നെ ഡയറ്റിങ് ആയതുകൊണ്ട് വെറും സലാഡ് മാത്രമാണ്. അപ്പോൾ ജിതിയേട്ടൻ അങ്ങനെ നൈറ്റിൽ കൂടുതലും സലാഡാണ് കഴിക്കുക, അല്ലെങ്കിൽ ചപ്പാത്തി കേട്ടോ. അപ്പോൾ ജിതിയേട്ടനൊന്നും വേണ്ട, സലാഡ് മതി എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ 2 പേരും നല്ല തട്ടായിരുന്നു. അൽഫാം കഴിച്ചിട്ട് ഒത്തിരി ദിവസമായി. അപ്പോൾ അങ്ങനെ ആർത്തിയോടുകൂടി കഴിക്കുകയായിരുന്നു. ജഗു ആണെങ്കിൽ ഹോസ്റ്റലിൽ പോവുകയാണ്. അപ്പോൾ അവനും നല്ല അടിപൊളിയായിട്ട് തട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ നല്ല ടേസ്റ്റ് ഉണ്ട്. അവസാനം ഇതേ ജഗു കട്ട് കുടിക്കണം. റീനാൻ്റിക്ക് മേടിച്ച ആപ്പിൾ ഷേക്ക് ആരും കാണാണ്ട് കുടിക്കണം. വയ്യാണ്ടായി ജഗു, വയ്യാണ്ടായി തീർക്കൂ. വെല്ലുവിളി, ജഗുവിൻ്റെ വെല്ലുവിളി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലോട്ട് പോയി. വയറ് ഫുള്ളാണ്, പോയെന്ന് ഉറങ്ങണം. ബൈ.